മനീഷ് മണി സുഖാണോ? സുഖം, ഭയങ്കര സുഖം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ എക്സ്പീരിയൻസ്? ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അടിപൊളി. അവൻ ഈ അടുത്ത കാലത്തൊന്നും ധ്യാനെ പോലെ ഒരു പെങ്കച്ചൻ്റെ അടുത്ത് ഡാൻസ് കളിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഭയങ്കര സുഖമൊന്നും അറിയാണ്ട് വന്നാണ്. നന്നായിരുന്നു, ഡാൻസ് ഒക്കെ നന്നായിരുന്നു. ഞാൻ എല്ലാം അടിപൊളിയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു ഫീഡ്ബാക്ക്? സൂപ്പർ അല്ലായിരുന്നോ? നാട്ടിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പോൾ എനിക്ക് അൽ സൈക്കോ എന്നൊരു പേരുണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ കോട്ടിട്ട് സൈക്കോ എന്നായി. We have ചാക്കോച്ചൻ. ഭയങ്കര ഭാഗ്യം. അതെ, എൻ്റെ ഭാഗ്യം, എനിക്കത് വേണം. കുറച്ച് കഥകളുണ്ട്. ആദ്യത്തെ കഥ ഞാൻ പറയാം, പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാറിന് ഞാൻ ആദ്യം വിളിക്കാം. സാറിന് എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള കേൾക്കണ്ട്. കുഞ്ചാക്കോ ബോബൻ എന്ന് വിളിക്കുന്നതാണോ, കുഞ്ചാക്കോ എന്ന് വിളിക്കുന്നതാണോ, ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ചാക്കോച്ചൻ എന്ന് വിളിക്കുന്നത്. ആ ചാക്കോച്ച കേട്ടോ. സാറെന്ന് വിളിച്ചു, അതായിരിക്കും നല്ലത്. അപ്പോൾ ശരിക്കും ഓരോ പേരുകൾക്കും നമുക്ക് ഓരോ ഔട്ട്ലുക്ക് ഉണ്ട്. ഇപ്പം മനുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കൊച്ച്, മനേഷ് രമേഷ് എന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സുള്ള ഒരു സുമുഖൻ, മധുസൂദൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ പക്വതയുള്ള ഒരു മധ്യവയസ്കൻ, മത്തായി എന്ന് പറഞ്ഞ ഒരു വയസ്സൻ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ ചാക്കോച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിചയമുള്ള 6 ചാക്കോച്ചന്മാർക്ക് 60 വയസ്സിന് മേളിലാണ് പ്രായം. അപ്പോൾ ചാക്കോച്ചൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ ആളാണ്. പക്ഷേ കുഞ്ചാക്കോവൻ ചേട്ടൻ മലയാള സിനിമ വന്നതിന് ശേഷം, നമ്മുടെ എല്ലാം ചാക്കോച്ചന്മാരായതിനു ശേഷം ചാക്കോച്ചൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഉടനെ സുന്ദരനും സുമുഖനുമായ ഒരു യുവത്വത്തിൻ്റെ ഫീൽ. ചിലപ്പോൾ അല്ല ഒരു കാര്യം അതുകൊണ്ട് പോകുന്നുണ്ടോ ഞാനെന്നൊരു ഡൗട്ട്. ഒരുപാട് വാർദ്ധക്യം ചെന്ന ആൾക്കാർക്ക് നവജീവൻ കൊടുത്തതാണ് നിങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് ചില പേരുകൾ ചിലർക്ക് ലുക്ക് കൊടുക്കുമ്പോൾ ചാക്കോച്ചൻ എന്ന പേരിന് യുവത്വം കൊടുത്തു. താങ്ക് യു. പേരെന്താന്ന് പറഞ്ഞു? പേര് മനേഷ് എന്നാണ്. മനീഷ് മണി. ഓക്കെ. ബാക്കി പറയാം കുറെ കഴിഞ്ഞിട്ട് പരിവപ്പെടാനുണ്ട്. ഈ കൊറോണ സമയത്ത് കുറേ ജോലി പോയ ആൾക്കാരൊക്കെ വരികയും മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർ പലരും കടകളൊക്കെ തുടങ്ങി. ഒരു തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുന്ന യാത്രയിൽ ഒരു കരുനാഗപ്പള്ളി കൊല്ലത്തിനിടയിൽ ഹൈവേയുടെ ഇടതുവശത്ത് ദുബായ് എന്നും പറഞ്ഞൊരു ചായക്കട. അപ്പം മനസ്സിലായല്ലോ ദുബായ് റിട്ടേൺ ആണെന്ന്. പിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ടില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ പറഞ്ഞൊരു ഓർഡർ. ഇതൊരു ചായ കുടിച്ചപ്പം ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും വാട്ട ചായ കുടിച്ചിട്ടില്ല. ദൈവത്തിനാണ് നമ്മൾ പല ചായയും കുടിച്ചിട്ടുണ്ടല്ലോ. ഇത് എന്തോ റോഡ് സൈഡിൽ നിന്ന് ചെളിവെള്ളം കോരി കുടിച്ച പോലെ ഇത് ചായ തന്നെയാണെന്നൊക്കെ സംശയിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടനോട്, ചേട്ടി ഇത് എന്ത് ചായ ഏട്ടാന്ന് ചോദിച്ചു. ഞാൻ പൊതുവേ പരാതി പറയാത്തതാണ്, ഇപ്പോഴും പരാതിയായിട്ട് പറഞ്ഞില്ല. ഇതെന്ത് ചായ ഏട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയണേ, ഇതെന്ന് പറഞ്ഞാലേ നമ്മളിപ്പം അങ്ങ് വെച്ചോളൂ. ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇരിക്കണം, ഒരു 2-2.5 മണിക്കൂർ ഇരിക്കണം, അപ്പോഴേ ചായ സുഖമാവുള്ളൂ എന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമോ ചായ 2.5 മണിക്കൂർ ഇരിക്കണമെന്നൊക്കെ ഉള്ളത്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ ഒന്ന് പരുവപ്പെടണമെന്ന് ചായ. എന്നാൽ പിന്നെ പെർഫോമൻസിലേക്ക് കടന്നാലോ? കഥയാണ് പറയാൻ പോകുന്നത്. ചാക്കോച്ചൻ ചേട്ടനെ കണ്ടോടുകൂടി എൻ്റെ കൗമാരത്തിൻ്റെ ഒരു ചെറിയ അനുഭവ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. സ്വാഭാവികമായിട്ടും 96-97 കാലഘട്ടത്തിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്നത്. എല്ലാവരും പോലെ കൗമാരത്തിൻ്റെ ആക്രാന്തം എനിക്കുണ്ട്. മനസ്സിന് മുഴുവൻ പ്രേമമാണ്. എവിടെയെങ്കിലും കൊണ്ട് വിളമ്പണം, ഒരു പെണ്ണിനെ പോലും കിട്ടുന്നില്ല. ആ സമയത്താണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ നെഞ്ചത്തൂടെ ചുമന്നൊരു സ്പ്ലെൻഡർ ഓടിച്ചുകൊണ്ട് പെൺപിള്ളേരെ മനസ്സിലേക്ക് ഈ ചാക്കോച്ചൻ ചേട്ടൻ ഓടിച്ചു കയറി. അനീതിപ്രാവ് എന്ന പടത്തിൻ്റെ ചെറിയ കഥകൾ കേട്ടപ്പോൾ ഞാനും പോയി പടം കണ്ടു. കിടിലം പടം. 50% ഉണ്ടായിരുന്ന പ്രണയം എൻ്റെ മനസ്സിലേക്ക് 100% മാറി. പക്ഷെ എനിക്ക് തോന്നി ഈ പടം നമ്മുടെ ട്യൂണപ്പ് ചെയ്യുന്ന പെണ്ണിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ 75% കാര്യവും കുഞ്ചാക്കോവനും ശാലിനിയും കൂടി ചെയ്യും, ബാക്കി 25% ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഞാൻ കോളേജിലെ കുറച്ച് അവന്മാർക്ക് ചില്ലറയൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോയി. ഞാനും അവളും എങ്ങനെയോ അവളുടെ അടുത്ത് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. ഞാൻ സിനിമ കണ്ടു. സിനിമയിൽ മിനി സുധിയോട് ഇഷ്ടം പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞു. അവളെനിക്ക് വീണു. ആ സിനിമ മുഴുവൻ ഞാനിത് കണ്ടു. നമുക്ക് ഈ പ്രണയം ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം എന്ത് ചെയ്തു? ക്ലാസ്സിലെ മറ്റുള്ള അലവലാദികളൊക്കെ കട്ട്. ഞാനും അവളെ കൺവിൻസ് ചെയ്തു. അവളെ മാത്രമായിട്ട് നേരെ തിയേറ്ററിൽ ചെന്നു. മൂലക്കിരിക്കാൻ നോക്കി, നടന്നില്ല. അവളിരുന്നു. വീണ്ടും പടം തുടങ്ങി. പാട്ടുകൾ, പ്രണയം. അവളിങ്ങനെ സിനിമയിൽ മുഴുകിക്കൊണ്ടിരുന്നു. അവളൊന്നും തന്നെ നോക്കണമല്ലോ. ഫുൾ ടൈം അവൾക്ക് കുഞ്ചാക്കോവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നിന്ന് വെറും ബോറനായി. എനിക്ക് ഭ്രാന്തായി. സിനിമ കഴിഞ്ഞു ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ തന്നെ അവളെന്നോട് ചോദിച്ചു, മനേഷിൻ്റെ ഫോട്ടോ എനിക്കൊന്ന് വേണം. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. ഫോട്ടോ എടുക്കുന്നു, അവളുടെ വീട്ടിൽ പോകുന്നു, കല്യാണം ഉറപ്പിക്കുന്നു, ഹണിമൂൺ എടുക്കുന്നു, 2 കുട്ടികൾക്ക് 28 കെട്ട്. അങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് അടിപൊളിയായി അവളുടെ അടുത്തിങ്ങനെ ഇരിക്കുന്നു.
അവൾ ഫോട്ടോ എടുക്കുന്നു. ബുക്ക് മറിച്ച് നോക്കുമ്പോഴത്തെ അപ്പുറത്ത് വീണ്ടും ചിത്രഭൂമിയിൽ കുഞ്ചാക്കോൻ സാറിൻ്റെ ഫോട്ടോ. എന്നെ വിളിച്ചടുത്തിരുത്തി. ഞാൻ മുട്ടി ഒരുമിയിരുന്ന് കൈവെല്ലാം ഇങ്ങനെ പിടിച്ചു. അവൾ ആ ഫോട്ടോയും കുഞ്ചാക്കോവൻ്റെ ഫോട്ടോയും എന്നെയും നോക്കി. എനിക്ക് തോന്നി കൈവിട്ട് പോകുന്ന കാര്യങ്ങൾ. ഞാൻ പെട്ടെന്ന് ഇമോഷണലി അനിയത്ത് പ്രാവിലെ പാട്ടങ്ങ് പാടി. ഞാൻ പാടാൻ വന്ന പാട്ട് ശരിക്കും ഓ പ്രിയയാണ്. ആക്രാന്തം കൊണ്ട് അനിയത്തിപ്രാവിൻ്റെ സാഡ് വേർഷനായിപ്പോയി. അനിയത്തിപ്രാവിന് പ്രിയരിവർ നൽകും ചെറുതരി സുഖമുള്ള നോവ്, അതിൽ ചെറുചേരത്തിരിയുടെ പുലരികൾ മേയും മണിമുറ്റമുള്ളൊരു വീട്. അങ്ങനെ പാടി ഞാനവൾ ഇമ്പ്രസ് ചെയ്തപ്പോഴത്തേക്കും അവൾ എന്നെ നോക്കിയിട്ട്, സുധി എന്തിനാ ഇങ്ങനെയൊക്കെ? എൻ്റെ അമ്മച്ചിയാണേ, എൻ്റെ കർത്താവാണേ, എൻ്റെ ഈ ചായമാരാണേ, ഈ മിനി പഴച്ചു പോകില്ലടാന്ന്. അന്ന് എനിക്ക് തോന്നിയ കലിയാണ്. പക്ഷെ ആ കലി കൊണ്ട് ഈ അടുത്തിറങ്ങിയ നായാട്ടും നിഴലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ഈ ചാക്കോച്ചൻ ഒരു റൗണ്ട് സിനിമയിൽ വലിയ കാര്യമായിട്ട് കത്തിയിരിക്കുന്നു. പിന്നെ ചാക്കോച്ചന് 2-3 വർഷം സിനിമയിൽ നിന്ന് മാറിയിരുന്നു, റിയൽ എസ്റ്റേറ്റിലോട്ട് പോയി. പിന്നീട് വിവാഹത്തിന് ശേഷം ഗംഭീരമായിട്ടൊരു തിരിച്ചുവരവ് നടത്തുന്നു. പല താരങ്ങളും സിനിമയിൽ നിന്നും മാറിപ്പോവുക അല്ലെങ്കിൽ ഒന്ന് മങ്ങിപ്പോവുക എന്നുള്ളതിനൊക്കെ വ്യക്തമായ കുറേ ഫ്ലോപ്പ് സിനിമകളും അല്ലെങ്കിൽ പല കാരണങ്ങളൊക്കെ ഉണ്ട്. ചാക്കോച്ചനൊക്കെ സത്യത്തിൽ സിനിമയിൽ നിന്ന് മാറിപ്പോയിന് അതൊന്നുമല്ല കാരണം. നമ്മുടെയൊക്കെ പ്രാക്കും പ്രാർത്ഥനയും വേറെ ഒന്നുമല്ല. എന്തോരം പേരുടെ പ്രാക്കും പ്രാർത്ഥനയും കൊണ്ടാ പോയെന്നറിയാമോ? എൻ്റെ അമ്മാവൻ്റെ പേര് സോമൻ. എൻ്റെ മാമനാണ്. നല്ല എളുപ്പമാണ് ഈ മാമൻ ഉള എന്ന് പറയാൻ നല്ല സുഖം. അതുകൊണ്ട് ഞങ്ങൾ മാമൻ എന്ന് നല്ല രീതിയിൽ വിളിക്കാറുണ്ട്. എൻ്റെ മാമൻ്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഡയലോഗ് പറയാം. പുണ്യജന്മങ്ങൾക്ക് കിട്ടുന്ന പൂർവ്വജന്മങ്ങളുടെ സുഹൃതമാണ് നന്മയുടെ വിളമയ നമ്മുടെ മോൻ. ഇതാണ് അതിൻ്റെ വീട്. ആ വീട്ടിൽ ഇവൻ്റെ പേര് രാഹുൽ എന്നാണ്. ഇവനെ ഞങ്ങൾ രാഹു എന്ന് വിളിക്കും. ഇവൻ്റെ വീടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവൻ്റെ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും 5 പൈസ ഇല്ലാത്ത ഗൂഗിൾ പേ പോലെയാണ്. അടിപൊളി സെക്യൂരിറ്റിയൊക്കെയാണ്. ചെന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഫീച്ചേഴ്സാണ്, പക്ഷേ ഒരു ഗുണവുമില്ല. അപ്പോൾ ഇവൻ്റെ ബാത്റൂമിൽ ഇവൻ എഴുതി വെച്ചേക്കണം ഫ്രീക്ക് നെയിം ബാക്ക് ഇൻ ആക്ഷൻ. ആ ശരിയല്ലേ, ബാക്കിൽ എവിടെ ആക്ഷൻ ഉണ്ട്? അവൻ കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും നേരെ ഇതിടും മെൻ അറ്റ് വർക്ക്. ചാക്കോച്ചൻ ചേട്ടാ, ഇവിടെ എല്ലാവരും പെർഫോമൻസ് ചെയ്തതിന് ശേഷമാണ് വൈറലാവുന്നത്. പക്ഷെ ഞാൻ വന്നപ്പോൾ തന്നെ വൈറലായിട്ട് വന്നത്. ചെറിയ ജലദോഷവും ചെറിയ പനിയൊക്കെ ഉണ്ട്. പക്ഷേ കോവിഡ് പോസിറ്റീവ് അല്ല. എന്ന് വെച്ചാൽ ഇത്രയും പോസിറ്റീവായിട്ടിരിക്കുമ്പോഴത്തേക്കും വേറൊരു പോസിറ്റീവ് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ കോമഡി പറയാൻ കോട്ടിട്ട് എന്തിനാണെന്നറിയാമോ? നമുക്കറിയാം 99% കേരളത്തിലെ ചുണക്കുട്ടികൾ ആദ്യമായിട്ട് കോട്ടിടുന്നത് എപ്പോഴാണെന്നറിയാമോ? കല്യാണത്തിന്, കാറ്ററിങ്ങിന്, വിളമ്പാൻ പോകും. അതിനുശേഷം കറക്റ്റാണ് കല്യാണത്തിനാണ്. ഞാൻ കല്യാണത്തിന് കോട്ടിട്ട് വന്നപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കോട്ടക്കിട്ട് അടിപൊളിയുണ്ട്, കോമഡി ആയിട്ടുണ്ട്, ചിരിവൻ. അതുകൊണ്ട് പിന്നെ ഇവിടെ ഞാൻ കോട്ടിട്ടു, കോമഡിയൊക്കെ ഉണ്ട്, ചിരിച്ചു. ചിരിക്കുന്ന നിർത്തി അങ്ങ് അപമാനിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ ചിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇവൻ പണ്ട് മുതലേ ഈ റോക്കറ്റ് സയൻസിലൊക്കെ സംഭവമാണ്. അതുകൊണ്ട് ഇവനെ ഒരു എഞ്ചിനീയറിംഗ്, ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അവിടെ കൊണ്ട് തീർത്തു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇവനോട് എന്തോ ചോദിച്ചു. ഇവൻ മറുപടി പറയാൻ ചെപ്പോഴത്തേക്കും ഒബ്വിയസ്ലി പ്രൊഫസേഴ്സ് പറയില്ല എപ്പോഴും ദിസ് ഇസ് നോട്ട് എ റോക്കറ്റ് സയൻസ് എന്ന്. അത് കേട്ടതും അവൻ എഴുതിയിട്ട് ഓടി. അവൻ ഇവിടെ റോക്കറ്റ് സയൻസ് അല്ല പഠിക്കും. പക്ഷേ ദിനേശൻ എന്ന് പറഞ്ഞെടുത്തുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. അവൻ നരസിംഹം കാണാൻ പോയിട്ട് നീ പോ മോനെ ദിനേശൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് പോയവനാ. അങ്ങനെ ഇവൻ നേരെ എഞ്ചിനീയറിങ്ങിന് ചെന്നു. നേരെ 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഇവന് ക്യാമ്പസ് സെലക്ഷൻ പക്ക. ഇവന് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ജെറ്റി കാണിച്ച് പോണ ഒരുത്തൻ പക്ക വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ട് ഇറങ്ങും. ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ അതെ ഒരു MNC കമ്പനിയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു എന്താ പറയുക നമ്മുടെ ട്രഡീഷണൽ കേരളൈറ്റിൻ്റെ ഒരു സ്റ്റൈൽ വേണം, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. സൂപ്പർ സെറ്റപ്പ്, ഇവനൊക്കെ അടിപൊളി, അവനൊക്കെ റേഞ്ച് മാറിപ്പോയെന്ന് പറഞ്ഞ് അവൻ പോയി. ഒരു 1:45 ഇവൻ്റെ ക്യാമ്പസ് സെലക്ഷൻ്റെ ടീസർ ടിക്ടോക്കിൽ വന്നേക്കണം. എള്ളോളം തരി പൊന്നന്തീന നല്ല തഞ്ചാവൂർ പട്ടന്തീന. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണിനെ അവൻ സെലക്ട് ചെയ്തതാണ് ക്യാമ്പസ് സെലക്ഷൻ. ചന്ദനമൊക്കെ തൊട്ടിട്ട് നിലവിളക്കെ ആയിട്ട് വീട്ടിൽ കയറി വന്ന് ക്യാമ്പസ് സെലക്ഷനിലൂടെ ഇവൻ ഹയർ ചെയ്ത ആ പെണ്ണിനെ അമ്മ ഫയർ ചെയ്തു. അതിൻ്റെ വിഷമത്തിൽ അവൾ പോയി കയറെടുത്ത് ഞങ്ങളെല്ലാം കൂടെ കെയർ ചെയ്തുകൊണ്ട് വയറ് കേടാണ്ട് അവൾ രക്ഷപ്പെട്ടു. ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചുകൊണ്ട് വരുവാണല്ലോ. അപ്പം അങ്ങനെ ഒരു ആക്രാന്തേഷ് എൻ്റെ കൂട്ടുകാരൻ വളരെ കഷ്ടപ്പെട്ട് പുള്ളി പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഒന്ന്
കൂട്ടൊരു ഉമ്മ വെച്ച സന്തോഷം എന്ന് പറയുന്ന സംഘത്തിൽ ഇവൻ പ്രേമിച്ചുകൊണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ പെണ്ണു വീട്ടുകാർ പെട്ടെന്ന് തന്നെ ഭയങ്കര വയലൻ്റായി. പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. പിടിക്കും. ഇവർക്ക് അറിയാം ഇവൻ്റെ കൂടെയാന്നൊക്കെ. എന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല. രണ്ടും കൽപ്പിച്ച് വീട്ടിലെത്തി. 2 അമ്മാവന്മാരെയൊക്കെ വിളിച്ച് കൂട്ടത്തിൽ നിർത്തി. എന്തേലും ആരേലും ഈ ഒളിച്ചോട്ടത്തിനൊക്കെ സഹായിച്ച 2 പേരൂടെ ഉണ്ട്. പെണ്ണ് വീട്ടുകാർ ചിലപ്പോൾ ഗുണ്ടകളെ അയക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചെറിയ വീടാണ്. മണിയറയൊക്കെ ഒരുക്കി. മണവാട്ടി വന്നു. കരച്ചിലാണ് പുള്ളിക്കാരത്തി ആദ്യരാത്രിയായിട്ട്. പ്രണയം കുറച്ച് നാളായിട്ടുണ്ടായിരുന്നത് കൊണ്ട് പലതരം വാക്കുകളൊക്കെ പറഞ്ഞ് ഒരു 2 മണി യാത്ര ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ കരച്ചിലൊക്കെ ഒന്ന് ശമിച്ച് പുള്ളിക്കാരത്തി ഒന്ന് ഇണങ്ങി വീടുമായിട്ടൊന്ന് പരുവപ്പെട്ട് എന്നാൽ പതുക്കെ അടുത്തേക്ക് ഇരുന്നപ്പോഴത്തേക്ക് ജനലിൻ്റെ പുറത്തുനിന്ന് അമ്മാവന്മാരുടെ ഒരു ഓവർലാപ്പ് വരിക. പെണ്ണിൻ്റെ അച്ഛനെങ്ങാൻ രാത്രി അന്വേഷിച്ച് വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, വെട്ടി 16 കഷ്ണമാക്കിയിട്ട് കുഴിച്ചങ്ങ് മൂടിയേക്കാൻ. പിന്നെ പെണ്ണ് എന്നും പറഞ്ഞ് 6 മണി വരെ. നീ കടയിൽ പോവോ എന്ന് പറഞ്ഞ് കടയിലൊന്നും പോകാൻ എനിക്ക് പറ്റുമൊന്നുമില്ല. ഓക്കെ എന്തെങ്കിലും കടയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പറയുവാണ്. ഞാനൊരു കാര്യം പറയാം, നീ എഴുതിയെടുക്കുമോ? അമ്മ ഒരുമാതിരി ക്രിസ്റ്റഫർ നോളിനെ പോലെ പെരുമാറുന്നത്. എനിക്ക് മെമൻറ്റോ പ്രശ്നങ്ങളും ഷോർട്ട് മെമ്മറി ലോസ് ഒന്നുമില്ല. അമ്മ പറഞ്ഞാൽ ഞാൻ മെമ്മറൈസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു 250 ഗ്രാം വെളിച്ചെണ്ണ, 150 ഗ്രാം ശർക്കര, 300 ഗ്രാം മല്ലി. അമ്മേ ഇതെല്ലാം 1 കിലോ വെച്ച് മേടിച്ചാലോ, എങ്ങനെയുണ്ടാവും? പെട്ടെന്ന് അമ്മയോട് ഇവനെ ഉപദേശിക്കുകയാണ്. അമ്മ ഇത്രയും നാൾ കുടുംബം നടത്തിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മൾ ബൾക്കായിട്ട് ബിസിനസ് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാവും. ഒരു 25 കിലോ ഗരം മസാല, 35 കിലോ കടുക്, 10 കിലോ ഈസ്റ്റ് അതൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ ലാഭമായിരിക്കും. അമ്മയ്ക്ക് ഐഡിയ ഇല്ലേ? അങ്ങനെ ഇവൻ നേരെ പറഞ്ഞു, നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, നീ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ നേരെ എഴുതി, സംഭവം എഴുതി, ചുരുട്ടിക്കൂട്ടി ടൈറ്റായ ജീൻസിൻ്റെ പോക്കറ്റ് ഇട്ട് നേരെ വീട്ടിൽ വന്നു. ഗോപിച്ചൻ്റെ കട. അപ്പോൾ ഇവൻ നേരെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, ഹെവി ഷോപ്പിംഗ് അറ്റ് ബിഗ് ബാസ്ക്കറ്റ് എന്ന്. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഗോപിച്ചേട്ടൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഇവൻ പതറിപ്പോയി. ഇവൻ എന്നാത്ത വന്നതെന്ന് മറന്നുപോയി. എടാ എന്താ നിനക്ക് വേണ്ടേ? ചേട്ടാ ഒരു അന്തസ്സുള്ള കുടുംബത്തിലേക്ക് എന്തൊക്കെ വേണ്ടി വരും? അന്തസ്സുള്ള കുടുംബത്തിൽ കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും. നിൻ്റെ കൂതർ കുടുംബത്തിലേക്ക് എന്നാ വേണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അവൻ നേരെ ജീൻസിൻ്റെ നിന്ന് പയ്യെ വലിച്ചിങ്ങ് ഊരിപ്പോഴത്തേക്ക് ജെൽ പെണ്ണ് കൊണ്ട് എഴുതിയ മറ്റേ സാധനം മുഴുവൻ മാഞ്ഞു പോയി. ഒന്ന് നോക്കിയിട്ട് അവന് വലിയ മനസ്സിലാവുന്നില്ല. ചേട്ടാ ഒന്നും തോന്നരുതേ, ഈ മൂല് തുടങ്ങിയിട്ട് കീല് തരണ സാധനം എന്നാ? ഉരുക്ക് അതല്ല ചേട്ടാ, മൂലി ചേർന്നിട്ട് മുളക്. ഓക്കെ മുളക്. ഈ വേയിൽ തുടങ്ങിയിട്ട് ഇള്ളിയിൽ തീരണ സാധനം എന്താ? വെള്ളി. അത് നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം അതല്ല, വെളുത്തുള്ളി ആയിരിക്കും. അങ്ങനെ കണക്കെല്ലാം എടുത്ത് എത്ര രൂപയായി? 132 രൂപ. ഞാൻ 200 രൂപ എടുത്തങ്ങ് കൊടുത്തു. ആ 200 രൂപ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കും പുള്ളി 2 രൂപ ചോദിച്ചു. അപ്പോൾ എന്നെ മട്ടുമാറി. അതേ ബിടെക്കിന് ഞാൻ സപ്ലൈ ആയിരിക്കും, ഇഷ്ടംപോലെ KSRTC ബസ്സിലൊക്കെ ഞാൻ സഞ്ചരിച്ചുള്ളതാണ്. ബാലൻസ് വെച്ച് കളിക്കാൻ ചെയ്തത് 132 രൂപയാണ്. ഞാൻ 200 രൂപ വന്നു. പിന്നെ ചേട്ടൻ തന്നെ 2 രൂപ എന്നോട് ചോദിക്കണമെന്ന്. എടാ അത് കൃത്യമായിട്ട് തരാൻ വേണ്ടിയിട്ടാ. കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, കണക്കെല്ലാം ചേട്ടൻ മുതിർന്നവരായിട്ട് പറഞ്ഞോ, എൻ്റെ അച്ഛനെ ഞാനങ്ങ് വിടാമെന്ന്. 2 രൂപ കിട്ടാൻ ഉള്ള സമയമേ ഇത് അന്നേരം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് 6 രക്ഷപ്പെട്ടേനെ. അമ്മാവൻ്റെ മോൻ്റെ കഥയാണ്. മനേഷ് വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല രസമായിട്ടത് അവതരിപ്പിച്ചു. എങ്ങനെയായിരുന്നു പെർഫോമൻസ്? നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. തമാശകളും അത്യാവശ്യം. പിന്നെ പുള്ളിയെ പറ്റിയല്ല പറയുന്നത്, പുള്ളിക്ക് വൈരാഗ്യവും ദേഷ്യമുള്ള ആൾക്കാരുടെ തലയിലോട്ടാണ് മൊത്തം കാര്യങ്ങൾ. വേറെ ആൾക്കാരെ എൻ്റെ കഥയല്ലേ ചാക്കോച്ചൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥ, ആ സിനിമ എൻ്റെ കഥയല്ല, എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ആ ഒരു തിത്തി കളിയാണ്. വേറെ ആൾക്കാരുടെ തലയിലിട്ട് വെച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അല്ല ഒരു സാധനം. ഈ വേറെ ആൾക്കാരുടെ തലയിലോട്ട് തലയെ കെട്ടി വെക്കാൻ നമുക്കൊരു സെക്കൻഡ് എങ്കിലും വേണമല്ലോ. അതുപോലും ഇല്ലാതെ ഞാൻ ഇരിക്കുക നമ്മുടെ അമ്മയുടെ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് മണിയമ്പിള്ള രാജചേട്ടന് ഷുഗറിൻ്റെ ഇൻസുലിൻ മേടിക്കണം. അപ്പം നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന ഹോട്ടലിൽ നിന്നും ഒരല്പ ദൂരം പോയാൽ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പം ഈ അവിടെ നിന്ന് എനിക്ക് കമ്പനിക്കാരൊക്കെ പറഞ്ഞൊക്കെ പോകുന്നതിനേക്കാൾ രാജചേട്ടൻ എണീച്ച് പിഷാരി വണ്ടിയായിട്ടാണോ വന്നത്? അതെ, എന്നെ ഒന്ന് മെഡിക്കൽ ഷോപ്പ് വരെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ആ ശരിയെന്ന് പറഞ്ഞ് ഞാൻ രാജചേട്ടനും കൂടെ മെഡിക്കൽ ഷോപ്പിലെത്തിയപ്പോൾ നല്ല സുന്ദരികളായ 2 പെൺപിള്ളേരായി ഇതെടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. സൂപ്പർ സുന്ദരികളായ പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പം ഇൻസുലിൻ 2 എണ്ണം എന്ന് പറഞ്ഞു. അതെടുത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ അതിങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ആ പെണ്ണി ചോദിച്ചു. അപ്പോൾ രാജചേട്ടൻ നല്ല ടീഷർട്ടും ഷൂസും കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ, രാജചേട്ടന് ഷുഗറുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ രാജചേട്ടൻ, എനിക്കല്ല, ആ നെവിൻ പോളി അവിടെ കൈ വിറച്ചിരിക്കുക, ഇത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. മനീഷ് നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ കമ്മിങ്.